ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് SBIയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2964 ക്ലറിക്കൽ ബേസ്ഡ് ഓഫീസേഴ്സ് റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 29 മെയ് 2025. ശമ്പളം 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ്. കേരളത്തിലും ഒഴിവുകളുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. കേരളത്തിലും ലക്ഷദ്വീപിലുമായി 90 ഒഴിവുകളും SC/STക്ക് ബാക്ക്ലോഗ് വേക്കൻസിയായി 26 ഒഴിവുകളുമാണ് ഉള്ളത്. സർക്കിൾ തിരുവനന്തപുരം, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി കേരളം, ലക്ഷദ്വീപ്, ലാംഗ്വേജ് മലയാളം. ഇനി വേക്കൻസികൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. SC വിഭാഗത്തിന് 13, ST 6, OBC 24, EWS 9, ജനറൽ വിഭാഗം UR 38, ഇങ്ങനെ ടോട്ടൽ 90 ഒഴിവുകളാണുള്ളത്. ഇനി PWBDക്കായി VI 1, HI 1, LD 1, D&E 1. ഇനി ബാക്ക്ലോഗ് വേക്കൻസികൾ നോക്കാം. SC 16, ST 10, ടോട്ടൽ 26 ഒഴിവുകൾ. ബാക്ക്ലോഗ് വേക്കൻസിയിൽ PWBDക്ക് VI 3, HI 3, LD 2, D&E 2. ഇത്രയുമാണ് കേരളത്തിലെ വേക്കൻസി. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ഓർ ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും തത്തുല്യ യോഗ്യത. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അർഹതയുണ്ടായിരിക്കും. പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ, അതായത് 1/5/1995 30/4/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC നോൺ ക്രീമി ലെയർ 3 വർഷവും PWBDയിൽ SC/STക്ക് 15 വർഷവും OBCക്ക് 13 വർഷവും ജനറൽ EWS വിഭാഗത്തിന് 10 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എക്സ് സർവീസ്മാൻമാർക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും. എക്സ്പീരിയൻസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2ാം ഷെഡ്യൂളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിലോ ഏതെങ്കിലും റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസറായി 2 വർഷത്തെ പരിചയം. ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് 30/4/2025 എന്ന് വെച്ചാൽ 30/4/2025 2 വർഷത്തെ എക്സ്പീരിയൻസ് പൂർത്തിയായിരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കേരളത്തിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മലയാളം എഴുതാനും വായിക്കാനും പറയാനും മനസ്സിലാക്കാനും കഴിവുണ്ടായിരിക്കണം. പ്രാദേശിക ഭാഷയുടെ പരിജ്ഞാനം അറിയാനായി ഓൺലൈൻ ടെസ്റ്റ്, സ്ക്രീനിങ്, അഭിമുഖം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പ്രാദേശിക ഭാഷ പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാനായി SSLCയുടെയോ അല്ലെങ്കിൽ +2ന്റെയോ മാർക്ക് ഷീറ്റ് ഹാജരാക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കാറ്റഗറി കോഡുകളുണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ നോക്കി കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് SC വിഭാഗത്തിന് 01, ST 06, OBC 11, ജനറൽ 16, EWS 21. ഇങ്ങനെയാണ് അതിന്റെ കോഡുകൾ നോട്ടിഫിക്കേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോക്കാം. ഓൺലൈൻ ടെസ്റ്റിന്റെയും സ്ക്രീനിങ്ങിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം. ഓൺലൈൻ ടെസ്റ്റിൽ 120 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 30 മാർക്ക്, ഡ്യൂറേഷൻ 30 മിനിറ്റ് ആണ്. അടുത്തത് ബാങ്കിങ് നോളജ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 40 മാർക്കിന്റെ, 40 മിനിറ്റ് ആണ് സമയം. ഇനി ജനറൽ അവയർനെസ് ഓർ എക്കണോമി, അതിന് 30 ചോദ്യങ്ങൾ ഉണ്ടാകും. 30 മാർക്കിന്റെ, സമയം 30 മിനിറ്റ്. അടുത്തത് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 20 ചോദ്യങ്ങൾ ഉണ്ടാകും. 20 മാർക്കിന്റെ, സമയം 20 മിനിറ്റ് ആണ്. അങ്ങനെ ആകെ 120 ചോദ്യങ്ങളാണുള്ളത്. പരമാവധി മാർക്ക് 120, സമയം 2 മണിക്കൂർ. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, അത് 30 മിനിറ്റ് ആണ്. ലെറ്റർ റൈറ്റിംഗും എസ്സേയും ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. 50 മാർക്കാണ് ഇതിനുള്ളത്. ഇനി പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിനെ പറ്റി നോക്കാം. SC/ST, OBC, PWBD ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ മോഡിൽ ബാങ്ക് പ്രീ എക്സാമിനേഷൻ പരിശീലനം ക്രമീകരിക്കും. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഓൺലൈനായാണ് നടത്തുന്നത്. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് തിരഞ്ഞെടുക്കുകയും പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഓൺലൈൻ അപേക്ഷയിലെ പ്രസക്തമായ കോളം ഫില്ല് ചെയ്യണം. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ രജിസ്ട്രേഷൻ നമ്പറും ജനന തീയതിയും നൽകി ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്നും പരിശീലനത്തിനായി ലോഗിൻ ചെയ്യേണ്ടതാണ്. പരീക്ഷാ പരിശീലന ഷെഡ്യൂളിനെ കുറിച്ചുള്ള അറിയിപ്പ് അപേക്ഷകരെ അവരുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി അറിയിക്കുന്നതാണ്. ഇനി അപേക്ഷിക്കുന്ന വിധം നോക്കാം. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത്. 9/5/2025 മുതൽ 29/5/2025 വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.bank.sbi/
web/careers/current opening. രജിസ്റ്റർ ചെയ്ത ശേഷം ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ, EWS, OBC എന്നീ വിഭാഗത്തിന് 750 രൂപയാണ്. SC, ST, PWBDക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇനി ആപ്ലിക്കേഷന്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റി നോക്കാം. 1. റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. 2. സിഗ്നേച്ചർ. 3. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. 4. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഇത്രയും ഡോക്യുമെന്റ്സ് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 5. ID പ്രൂഫ്. 6. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. 7. ജോബ് പ്രൊഫൈൽ സർട്ടിഫൈഡ് ബൈ എക്സിസ്റ്റിംഗ് ഓർ പ്രീവിയസ് എംപ്ലോയേഴ്സ്. 8. ബ്രീഫ് റെസ്യൂം ഡീറ്റെയിലിംഗ് എഡ്യൂക്കേഷണൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് അസൈൻമെന്റ്സ് ഹാൻഡിൽഡ്. 9. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, റെലവന്റ് മാർക്ക് ഷീറ്റ് ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. 10. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഓർ ജോബ് ഓഫർ ലെറ്റർ. 11. ലേറ്റസ്റ്റ് ഫോം 16 ഇഷ്യൂഡ് ബൈ എംപ്ലോയർ. 12. ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ്. ഇത്രയും ഡോക്യുമെന്റ്സ് PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ സെന്ററുകളെ പറ്റി നോക്കാം. കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവയാണ് സെന്ററുകൾ. ലക്ഷദ്വീപിൽ കവരത്തി. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.